ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പ്രോഗ്രഷൻ, എന്താണ് സീക്വൻസ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് ടെക്സ്ച്വൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം എന്താണ് സീക്വൻസ്, എന്താണ് പ്രോഗ്രഷൻ എന്ന് നോക്കാം. സീക്വൻസ് is an arrangement of numbers in a definite order and according to some rule. സീക്വൻസ് എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ മുല്ലപ്പൂ ഒക്കെ ചാർന്ന് കണ്ടില്ലേ? ഓരോ മുല്ലപ്പൂ കൊരുക്കുന്നതിനും ഓരോ പാറ്റേൺ ഉണ്ട്. നിങ്ങളുടെ പെൺകുട്ടികൾ ഇടുന്ന മാലകൾ, ആ മാലകളുടെ ഓരോ മുത്തുകൾ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അതിനെല്ലാം പ്രോപ്പർ സീക്വൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഹിയർ ഐ ഡു ഹാവ് സം നമ്പേഴ്സ് 1, 3, 5, 7, 9. ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പെർഫെക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് വേർ ഈച്ച് successive item or each successive numbers is 2 greater than the preceding number. ഇതിന് തൊട്ട് മുൻപുള്ള നമ്പറിനേക്കാൾ 2 കൂട്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ നമ്പേഴ്സും എഴുതിയിരിക്കുന്നത്. 1 + 2 3, 3 + 2 5, 5 + 2 7 and 7 + 2 9. ഇവിടുത്തെ ഒരു സീക്വൻസ് നോക്കിയാലോ, 1 4 9 16 25. ഈ സീക്വൻസിനുള്ള പ്രത്യേകത എന്താണ്? യെസ്, ഇതെല്ലാം എന്താണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഇറ്റ് ഈസ് 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഈച്ച് ടേം ഇസ് എ സ്ക്വയർ ഓഫ് സക്സസീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഓരോ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ് 1, 4, 9, 16, 25 ഇങ്ങനെ പോകുന്നത്. ഇത് രണ്ടും എന്ത് തന്നെയാണ്, സീക്വൻസ് തന്നെയാണ്. Then what is the difference of progression? എന്താണ് സീക്വൻസും പ്രോഗ്രഷനും തമ്മിലുള്ള വ്യത്യാസം? Progression is a sequence in which the general term can be expressed using a mathematical formula. അപ്പോ സീക്വൻസും ഇത് രണ്ടും എന്താന്ന് പറഞ്ഞു, സീക്വൻസ് ആണെന്ന് പറഞ്ഞു. സീക്വൻസും പ്രോഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോഗ്രഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇറ്റ്സ് എ സീക്വൻസ് which can generally explain or which generally can be expressed using mathematical formula. ഒരു mathematical formula യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളാണ് എന്ത്, പ്രോഗ്രഷൻ. ഓക്കെ, അപ്പോ arithmetic progression. An arithmetic progression is a sequence of numbers in which we get each term by adding a particular number to the previous term. നമ്മൾ ഇതിനു മുൻപ് ഒരു സീക്വൻസ്, ആദ്യം പറഞ്ഞ സീക്വൻസ് ഓർമ്മയുണ്ടോ? 1 3 5 7 9. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഓരോ ടേംസും ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ നമ്പർ ചെയ്തിട്ടാണ്. 1 + 2 3, 3 + 2 5, 5 + 2 7. ഓരോ ടേംസും ആഡ് ചെയ്ത് പോയിരിക്കുന്നത് ഒരു കോമൺ നമ്പർ ബേസ് ചെയ്തിട്ടാണ്. ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിലോ, ഇത് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഗ്രഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ഇതിന്റെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പിന്നെയും വരാം. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, ഹിയർ വി ഹാവ് an example 2 4 6 8 10 12 ഇങ്ങനെ പോകുന്നു. Obviously it's a sequence of even natural numbers. ഓരോ നമ്പേഴ്സിനും ഇടയിൽ വരുന്ന ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. It's a common difference. The common difference in between all the terms. അടുത്തടുത്ത ടേംസ് തമ്മിൽ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Obviously it's always same. അങ്ങനെ സെയിം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ തമ്മിലുള്ള അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സീക്വൻസ് ആണ് എന്ത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എപ്പോഴും എന്താവും, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇൻ ഈച്ച് നമ്പർ ഇൻ ദ സീക്വൻസ് ഈസ് നോൺ ആസ് എ ടേം. നമ്മൾ തൊട്ട് മുൻപുള്ള സ്ലൈഡ് നോക്കുകയാണെങ്കിൽ 2 4 6 8 10 12 ഇതെല്ലാം എന്താണ്, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ടേംസ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം അങ്ങനെ പോവാം.
അപ്പൊ ഓരോ നമ്പേഴ്സും എന്താണ്? ഇറ്റ്സ് ഓൾവേസ് ടേം. അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, the fixed number, that is the difference between each term with its preceding term, is known as a common difference. ഓരോ ടേംസും അതിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള തൊട്ട് മുൻപുള്ള ടേംസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ കോമൺ ഡിഫറൻസ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് എടുക്കാം? കോമൺ ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കോമൺ ഡിഫറൻസ് ഈസ് റെപ്രസെന്റഡ് ആസ് ഡി. ഡി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കോമൺ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് an എക്സാമ്പിൾ. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഇപ്പൊ നമുക്ക് ക്യാപ്സ്യൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ടാബ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹിയർ വി ഹാവ് 2 tabs over here. 2 tabs ഉണ്ട്. ഇവിടെ 2 ടാബിൽ നിന്ന് എത്ര എണ്ണം ആഡ് ചെയ്തു? 1 2 3 3 ടാബ്സ് ആഡ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ എത്രയായി? 2 + 3 5. അപ്പൊ നിലവിൽ ഇവിടം വരെ എത്രയുണ്ട്? 5 ടാബ്സ് ഉണ്ട്. അതിലും വേറെ എത്ര ആഡ് ചെയ്യുന്നു? 3 റെഡ് ടാബ്സ് ആഡ് ചെയ്യുന്നു. 5 + 3 8. ഈ റെഡ് കളറിൽ കാണിക്കുന്നതെല്ലാം എത്ര തന്നെയാണ്? 3 ആണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, 3 ടാബ്സ് ആണ് 3 അല്ലെങ്കിൽ 4 ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. 3 tabs ആണ്. Okay, here also 3 tabs. So here we can observe that 2 tabs are here. 2 + 3 5, 5 + 3 8, 8 + 3 11, 11 + 3 14. Here the common difference is 3. ഓരോ പിക്ചർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ പിക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റെഡ് കളർ ടാബ്സ് ആണ്. ഈ റെഡ് കളർ ടാബ്സ് എല്ലാം എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. അപ്പൊ ഓരോ സീക്വൻസ് നോക്കുകയാണെങ്കിൽ, ഓരോ ടേംസ് നോക്കുകയാണെങ്കിൽ 2 5 8 11 14, ഇതിന്റെ എല്ലാത്തിന്റെയും ഡിഫറൻസ് എന്താ വരുന്നത്? 3 ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ കോമൺ ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive terms. It is represented by the letter D. The formula for finding the common difference of an AP is represented over here. നമുക്കിവിടെ പറയാം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു. നമ്മളൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് അതില് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നതായി? സിമ്പിൾ ആയിട്ട് അടുത്തടുത്ത 2 ടേംസ് തമ്മിൽ ഡിഫറൻസ് ചെയ്യാം. ഇറ്റ്സ് എ കോമൺ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് എ കോമൺ ഡിഫറൻസ്. ഇറ്റ്സ് എ ബേസിക് ഇക്വേഷൻ. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A2 refers to second term, A1 refers to first term. ഫസ്റ്റ് ടേം ആണെങ്കിലും സെക്കൻഡ് ടേംസ് ആണെങ്കിലും എന്താണ്? അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. ഈ അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. നമുക്ക് എപ്പോഴും സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും മാത്രം മൈനസ് ചെയ്താലേ കോമൺ ഡിഫറൻസ് കിട്ടുള്ളൂ എന്നുണ്ടോ? ഇല്ല. ഹിയർ A3 - A2 ഇറ്റ്സ് ഓൾസോ കോമൺ ഡിഫറൻസ്. നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കാനായിട്ട് വേണമെങ്കിൽ A50 - A49. A50 refers to 50th term and A49 refers to 49th term. അടുത്തടുത്ത 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന സീക്വൻസ് കിട്ടും. എക്സാമ്പിൾ ഓഫ് an AP. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിന്റെ ജനറൽ ഫോം എന്താന്ന് നോക്കിയാലോ? അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, സീക്വൻസും പ്രോഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നതും പ്രോഗ്രഷൻ എന്ന് പറയുന്നതും ഒരേ പാറ്റേണിൽ പോകുന്നതാണ്. ബട്ട് പ്രോഗ്രഷൻ എന്തുണ്ടാവും? ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം ഒരു ടേം ആണ്. ഓരോ പർട്ടിക്കുലർ ടേംസും എത്ര ഡിഫറൻസ് കയറി പോകുന്നു നോക്കാം. ഹിയർ ദ ഫസ്റ്റ് ടേം ഈസ് റെഫേർഡ് ആസ് A1. ഇനി ഇവിടെ ആണെങ്കിലോ ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം ഫസ്റ്റ് ടേമും ബ്ലാക്ക് കളറിൽ കാണുന്നതെല്ലാം കോമൺ ഡിഫറൻസും ആണ്. ഫസ്റ്റ് ടേം ആയിട്ട് A1 എടുത്തു. ഇനി സെക്കൻഡ് ഫിഗറിലോട്ട് വന്നാലോ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 1 ടൈംസ് ആഡ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ടേം എടുക്കാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേമിൽ നിന്ന് 1 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു.
തേർഡ് ടേം എടുത്തപ്പോഴോ ദാ ഇവിടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്തു? 2 പ്രാവശ്യം ആഡ് ചെയ്തു അല്ലെ? തേർഡ് ടേം വന്നപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്തു. ഫോർത്ത് ടേം എത്തിയപ്പോഴോ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് ആഡ് ചെയ്തു? 3 ടൈംസ് ആഡ് ചെയ്തു. ഫോർത്ത് ടേം എത്തിയപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് എത്ര ടൈംസ് ആഡ് ചെയ്തു? 3 ടൈംസ് ആഡ് ചെയ്തു. ഇനി ഫിഫ്ത്ത് ടേം എത്തിയപ്പോഴോ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് 4 ടൈംസ് ആഡ് ചെയ്തു. സപ്പോസ് വി ഹാവ് സെവൻത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ ഫസ്റ്റ് ടേമിൽ നിന്നും എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഒന്ന് പറഞ്ഞേ, എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? Here we have to add 6 times the common difference. Okay, seventh term കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിൽ നിന്നും 6 times കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റാൻഡം ആയിട്ട് എടുക്കാം. നമുക്ക് 10th ടേം കണ്ടുപിടിക്കണമെങ്കിലോ? അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ ജനറൽ ഫോർമുല വരാൻ പോകുന്നത് എന്നുള്ളത്. നമുക്ക് എന്താ ചെയ്യാം? 10th ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിൽ നിന്നും എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? Here we have to add 9 times the common difference. Okay. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു ജനറലൈസ് ചെയ്തൊരു ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നാലോ? നമുക്ക് ജനറലി nth ടേം കണ്ടുപിടിക്കണമെന്ന് വെച്ചു. n എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ദ 25th ടേം. n എന്താ വരിക? 25 ആണ് വരിക. 25th ടേം കണ്ടുപിടിക്കണമെങ്കിൽ n ന് പകരം നമുക്ക് 25 കൊടുക്കാം. അപ്പൊ എന്താ വരിക? ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര ടൈംസ് ആഡ് ചെയ്യണം? 24 ടൈംസ് ആഡ് ചെയ്യണം. എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ? 25th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്നും 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25th ടേം കിട്ടും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജനറലൈസ് ചെയ്യുമ്പോൾ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഹിയർ വി ഹാവ് ടു ആഡ് 24 ടൈംസ്. ബിഫോർ ഹാവിംഗ് 24 ടൈംസ് ഫസ്റ്റ് ടേമിൽ നിന്നും n-1 ടൈംസ് ദ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്നും n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസിക് ഐഡിയ മതി നമുക്ക് എത്ര ടേംസിന്റെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് 30th ടേം കണ്ടുപിടിക്കണമെങ്കിലോ nth ടേമിന്റെ ജനറൽ ഫോം എന്താ പറഞ്ഞേ? a plus n-1 into d. Here a refers to the first term and d refers to the common difference. 30th term ആണ് കണ്ടുപിടിക്കണമെങ്കിലോ a plus 30 minus 1. n ന് പകരം 30 അല്ലേ? 30 minus 1 into d എന്ന് പറയുമ്പോഴോ a plus 29d. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ജനറൽ ഫോർമുല കിട്ടി. എന്ത് കണ്ടുപിടിക്കാൻ? nth ടേം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല കിട്ടി. ദാറ്റ് ഈസ് an equal to a plus n-1 into d. Okay. Nth term of an FE. If an is the nth term, a is the first term and n is the number of terms in the sequence, d is the common difference, then the nth term of an arithmetic progression will be an equal to a1 plus n-1 into d. Okay. ഇവിടെ an എന്താന്ന് പറഞ്ഞു? nth term ആണെന്ന് പറഞ്ഞു. a1 എന്ന് പറയുന്നത് എന്താ? The first term. Okay. First term in the sequence. n refers to the number of terms in the sequence and d refers to the common difference. അപ്പോ an എന്ന് പറയുന്നത് nth term ആണ്, a1 എന്ന് പറയുന്നത് first term ആണ്, n refers to the number of terms in the sequence and d refers to the common difference. അപ്പൊ ഈ ഒരു ബേസിക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രാമത്തെ ടേം വേണേലും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ എന്താണ് അരിത്തമെറ്റിക് മീൻ? അടുത്തൊരു ടോപ്പിക്കാണ് അരിത്തമെറ്റിക് മീൻ. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസിൽ കാണാനുള്ള കാര്യമാണ് ഈ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. നമ്മൾ പൊതുവെ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് 3-5. ഓക്കെ, ഇതിന് മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാൻ പറയും. ഇതിനൊരു മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ആണ് അരിത്തമെറ്റിക് മീൻ. മിഡിൽ ടേം, നടുക്ക് വരുന്ന ടേം എന്ന് പറയുന്നത് ഈ രണ്ട് ടേമും തമ്മിൽ ആഡ് ചെയ്യാം. എന്താ വരിക? സപ്പോസ് ദിസ് വൺ വിൽ ബി ബി. ബി കണ്ടുപിടിക്കേണ്ട എന്താ ചെയ്യുക? എ പ്ലസ് സി. ഇവിടെ എ പ്ലസ് സി എന്ന് പറയുമ്പോൾ 5ഉം 3യും കൂടെ ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 8/2. എത്ര വരും? 4 വരും. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ചോദിക്കില്ല. പകരം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ 3 ടേംസ് തന്നിട്ട് മിഡിൽ ടേം ആയിട്ട് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് ടേമും ഈ സീക്വൻസിലെ ലാസ്റ്റ് ടേമും നമ്മള് പെയർസ് എന്നാ പറയാം. അപ്പൊ പെയർസ് എന്താണെന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് പറഞ്ഞു തരാം. എന്താണ് പെയർ, ആ പെയർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എന്താ പറയാ, എന്താണ് പെയർ, ആ പെയർ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് if 3 terms are in arithmetic progression, the middle term b will be the sum of extremes divided by 2. Half of the sum of extremes. ഈ എക്സ്ട്രീം ആയിട്ട് വരുന്ന ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആഡ് ചെയ്തിട്ട് പകുതി എടുത്താൽ നമുക്ക് മിഡിൽ ടേം ആയിട്ടുള്ള സെക്കൻഡ് ടേമിനെ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്തു പോകുമ്പോൾ ഒരുവിധം ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യമാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് എ പി. ഫൈനൈറ്റ് എ പി എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ഫൈനൈറ്റ് എന്നും എന്താണ് ഇൻഫിനിറ്റ് എന്നൊന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഫൈനൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് a finite AP is an AP in which the number of terms is finite. ആ വേർഡിൽ തന്നെയുണ്ട് ഒരു നിശ്ചിത അളവിലെ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാവും. Here we have an example 2, 5, 8, 32, 35, 38. ഇവിടെ ഒരു ലാസ്റ്റ് ടേം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The last term of this arithmetic progression is 38. അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് എ പി എന്ന് പറയുമ്പോഴത്തേക്കോ ആ പേരിൽ തന്നെയുണ്ട് എന്താ, ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. 2, 5, 8, 11 എക്സെട്ര. ഇതിന് എന്ത് ചെയ്യുന്നില്ല, ഒരു ലാസ്റ്റ് ടേം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ a finite AP will have the last term. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഫൈനൈറ്റ് എ പിക്ക് എന്തുണ്ടാവും? ലാസ്റ്റ് ടേം ഉണ്ടാവും. whereas an infinite AP has, it won't have a last term. നമുക്ക് ഫൈനൈറ്റ് എ പിക്ക് എന്താ ഉണ്ടാവും? ഒരു ലാസ്റ്റ് ടേം ഉണ്ടാവും. ഇൻഫിനിറ്റ് എ പിക്ക് എന്തുണ്ടാവില്ല? ഒരു ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സീക്വൻസും പ്രോഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അതിൽ നിന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരുന്നു അല്ലെ. എന്താണ് nth ടേം, nth ടേം എന്താന്ന് പറഞ്ഞു, nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? അരിത്തമെറ്റിക് മീൻ പറഞ്ഞു. പിന്നെ ഫൈനൈറ്റ് ടേംസും ഇൻഫിനിറ്റ് ടേംസും എന്താന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത സെഷനിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു പോവാം. ടിൽ ദെൻ